നമ്മൾ ഹോട്ടലിൽ നിന്ന് ഹോട്ടലിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ തായ്ലാൻഡ് എത്തിയിട്ടില്ല. വീണ്ടും പ്രശ്നം ഇഷ്യൂ ആയി ഇന്നലത്തെ പോലെ. ഫൈനലി തായ്ലൻഡ് കാണാൻ യോഗമുണ്ട്. തായ്ലാൻഡ് ഇൻ എയറേഷ്യ 350 രൂപ, അതായത് നാട്ടിലെ 1200 രൂപ കൊടുത്താൽ അവർ ഷോ എന്നും പറഞ്ഞ് കാണിച്ചു തരണം. ഗൈസ്, തായ്ലാൻഡിൽ നമ്മൾ വ്ളോഗൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മുട്ട ഉറക്കാം, നല്ലൊരു ഷോ ഇവിടെ പരിപാടിയാണ്. ഇനി നമ്മൾ അടുത്ത ഹോട്ടലിലോട്ട്, ഫോർച്യൂൺ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലോട്ടാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഹോട്ടലിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ തായ്ലാൻഡ് എത്തിയിട്ടില്ല. അല്ല ഡസ? അതെ, 5 സ്റ്റാറിൽ നിന്ന് 5 സ്റ്റാറിലോട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും ഒരു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആർക്കും കിട്ടി കാണത്തില്ല. തായ്ലാൻഡ് പോകാനായിട്ട് തന്നെ രാത്രി ഇറങ്ങി കേരളത്തിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി കേട്ടോ. അത് ഭാഗ്യമുണ്ട്. നമ്മൾ താങ്ക് യു ആദിത്യ ട്രാവൽസ്. അപ്പോൾ നമുക്ക് കറക്റ്റ് 5 ദിവസം തന്നെ നമുക്ക് കിട്ടി. എന്തായാലും അടുത്തൊരു ഹോട്ടലും കൂടി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. അതെ, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. നമ്മൾ ഇപ്പോഴും സ്മൂത്തായിട്ട് പോയി തായ്ലാൻഡ് ഇറങ്ങുന്ന ആൾക്കാരെ കണ്ടു. പക്ഷേ ഇതെനക്ക് അല്ലേ, നമ്മളെ പോലെ പെട്ട് നിന്നിട്ട് ഇതാണ് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി അവിടുത്തെ ഫുഡുകൾ എൻജോയ് ചെയ്യുക, അടുത്ത 5 സ്റ്റാർ ഹോട്ടലിൽ പോവുക. പക്ഷെ എന്തൊക്കെ വന്നാലും എയർ ഏഷ്യ ഫ്ലൈറ്റ് തേപ്പാണ് കേട്ടോ. അവിടെ എ സി ഒക്കെ ഉണ്ട്. ഓ, അടച്ചു പോയി, തണുത്ത് തുമ്മി വയ്യ. അടച്ചു പോയി. ആ പുള്ളിക്ക് തുമ്മല. എന്നിട്ട് ഇതൊക്കെ ഓണാക്കി ബാക്കിക്കകത്ത് വെച്ചിരുന്നു. അപ്പോൾ കുട്ടി പുറം നാട്ടിലുള്ള ചുറ്റുരുന്ന കുളിക്കാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ട് ഫോർച്യൂണിൻ്റെ റൂം നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 304 ആൻഡ് 34 അത് നമ്മൾ ആദ്യ റൂം നോക്കട്ടെ. നമ്മൾ തായ്ലാൻഡ് എത്തി നമ്മൾ വിചാരിക്കും, പക്ഷെ അല്ല, കൊച്ചിയിലാണ് കേട്ടോ. കഴിച്ച് 5 സ്റ്റാർ ഹോട്ടൽ. പക്ഷെ ഭയങ്കര ഒരു ക്ലാസിക് ലുക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ റൂം ഇത്ര സ്പേസ് നമ്മളെ റൂം ഇത് ഇത്രേ വരുള്ളൂ. ഇത്ര ഇത് മതിയുള്ളൂ. ഇത്ര ഇതിലാണ് 4 കട്ടി വിട്ട് അലമാര കെട്ടിയിരിക്കുന്നത് നമ്മള്. അത് ബാൽക്കണി ഉണ്ടോ? ബാൽക്കണി ഉണ്ടോ? റമശങ്കർ ബാൽക്കണിയാണോ? ഓപ്പൺ. ഇനി നമ്മളെ റൂം കൂടി നോക്കിട്ട് വരാം. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്ത് കയറിയ മണം മലേഷ്യയിൽ പോയപ്പോൾ അവിടത്തേക്ക് റൂമിനൊരു മണമുണ്ട്. അതുപോലത്തെ ഒരു മണം എനിക്ക് കിട്ടി. നമ്മൾ എയർ ഏഷ്യ ഫ്ലൈറ്റ് നമ്മൾ തേഞ്ഞെങ്കിലും പക്ഷെ അവർ നമുക്ക് ചെയ്തു തന്ന സ്റ്റേയും കാര്യങ്ങളൊക്കെ വിഷയം അല്ല കാസ. ഫ്ലൈറ്റ് അവരെ മിസ്റ്റേക്കിൽ പോയെങ്കിലും പക്ഷെ അവർ നമുക്ക് ചെയ്തു തന്ന ഫുഡ് ആൻഡ് അക്കോമഡേഷൻ 2 ഹോട്ടൽ. കാരണം താജ് ഹോട്ടലിൽ നമ്മൾ പോയി അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ ഫോർച്യൂൺ ഹോട്ടലിലോട്ട് വന്ന് ഇവിടുത്തെ ഫുഡും കാര്യം അടിപൊളിയാണ്. പക്ഷേ സ്റ്റേ ഉണ്ടോ കുബേരൻ ഇതിലൊരു വരവുണ്ടേ. നമ്മുടെ സാധാ ഹോട്ടലിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇതൊക്കെ ഇട്ട് നമ്മൾ ഇവിടെ ഇറങ്ങുന്നതായിരിക്കും. പൂളിൽ പോകണം. പൂൾ ഇതും വേറെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ. നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്തതാണെങ്കിൽ പക്ഷെ ഈ ഒരു പാക്കേജ് അടിപൊളി. ഈ പാക്കേജ് ഉള്ള 2 ദിവസം ഫ്ലൈറ്റ് പോണതിന് 1 ദിവസം ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ, 2 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേയും. ഇത് കഴിഞ്ഞാൽ നമ്മൾ തായ്ലൻഡിൽ പോകണം. റിച്ച് ലൈഫ് ഇതാ. അടുത്തത് പൂൾ ടൈം. ടാർസന്റെ കോസ്റ്റ്യൂം ഇട്ടില്ലേ? ഞാൻ സ്വിമ്മിംഗ് പൂള് കാണാൻ ഞാനും അനീഷും ബിജോയും. ഞാൻ ഇല്ല, പണ്ടേ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഈ ഒരു ചാൻസ് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ഇതില് 2 ഗോൾഡ് മെഷീനെ കൂടെ വാങ്ങിച്ചിട്ടാ നല്ല ആഴവും ഉള്ള ഫിഷ് ടാങ്ക് അല്ല, പൂൾ. നമ്മളിവിടെയാണ് ഇറങ്ങാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ച ആളില്ല. പറ്റിച്ച് ഇപ്പൊ ഒരു ഗോൾഡ് ഫിഷായി.
അത് നാളെ അറിയാതിരിക്കാൻ വേണ്ടിയേ ഒറ്റയ്ക്ക് പുഴുക്കാതിരിക്കാൻ വേണ്ടിട്ടേ വിജയ് വർക്കൗട്ട് ചെയ്യാൻ പോളാ ചേട്ടാ ആരെങ്കിലും ഒന്ന് ഗവനിക്കേട്ടാ വെറുതെ ചെയ്യണ ചേട്ടാ തുണ്ടിട്ടാ 5 സ്റ്റാർ ഹോട്ടലിൽ കൊള്ളാടാ കൊള്ളാടാ കുറച്ച് H2 എടുത്തോട്ട് എന്താണ് നമ്മളുടെ ഡിന്നറിനുള്ള സമയമായി. ഡിന്നർ കൂടി കഴിച്ച് നമ്മൾ ഇനി നേരെ എയർപോർട്ടിലോട്ട് പോവാണ്. ഇന്നും തായ്ലാൻഡ് എത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. ഞാൻ ക്യാൻസൽ ചെയ്യില്ല. രണ്ട് 5 സ്റ്റാർ എങ്കിൽ ഓക്കെയാണ്. ഈ ഫ്രെയിം നല്ല രസമുണ്ട് കേട്ടോ, ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ട്. എന്ത് കല്ലുകൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അടിയിൽ കമന്റ് ചെയ്യുക. കൊള്ളാം. ബറോട്ടയും കടായി ചിക്കനും. അനീഷ് ഇതെന്താ? റൊട്ടിയാണ്. റൊട്ടിയും കടായി ചിക്കനും. ടാർട്ടനും ഹെൽത്തിയാണ്. ഒരു കറിയും ഇത് റൊട്ടിയാണ്, അത് ചപ്പാത്തിയാണ്. റൊട്ടിയാണ് റൊട്ടിയും ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയാണ് കടായി ചിക്കൻ. ഒരു രൂപയുടെ പടക്കം. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ വന്ന് എന്തൊക്കെ ശീലിക്കണമല്ലേ, അഴുക്കാവാതിരിക്കും വെള്ളത്താവൽ. നമ്മൾ ചോറെടുത്ത് കേട്ടോ, ചോറും രസവും പൊളി ടേസ്റ്റ്. പക്ഷേ ഒന്ന് ട്രൈ ചെയ്തോക്ക്. നമ്മളെ കൂടുതൽ ഹെൽത്തി കുട്ടാൻ മധുരമൊന്നും കഴിക്കത്തില്ല. ഒരു രൂപ അടുത്ത ഹെൽത്തിയാ. ഇത് ഹെൽത്തി അല്ലേ, ഇപ്പൊ അൺഹെൽത്തിയാണ്. ഈ പുള്ളി ഇതാണ് ഷുഗർ ഒന്നും ഇടൂല, പക്ഷെ എണ്ണ കഴിയും. വിത്തൗട്ട് ഷുഗർ ചായയും വാഴയ്ക്കും. ചോക്കോ ചിപ്സ്. നമ്മൾ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നെങ്കിലും നമുക്ക് തായ്ലാൻഡ് എത്താൻ പറ്റുമെന്നുള്ള കാര്യം നോക്കണം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ 5 സ്റ്റാർ ഹോട്ടൽ ജീവിതം എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാൻസൽ ചെയ്യുന്നു, നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ കിടക്കുന്നു, അങ്ങനെയുള്ള ജീവിതം. പക്ഷേ എങ്കിലും പാവം, അവൻ തായ്ലാൻഡ് കാണണമെന്ന് ഒരുപാട് കൊതിച്ചയാണ്. ഇവൻ പാസ്പോർട്ടിന് പുതിയ ഷോർട്ട് ഫോം കിട്ടും കേട്ടോ, PP. നേരത്തെ ഉണ്ടായിരിക്കും, ഞാൻ ഇറക്കിയ സാധനമൊന്നുമല്ല. പിന്നെ എനിക്ക് തോന്നുന്നു നല്ല രസമുണ്ട് അനീഷേട്ടൻ്റെ PP എന്ന്. അല്ല, എനിക്ക് തോന്നുന്നു ഇന്ന് ഇവർ നമ്മളെ എന്തായാലും തായ്ലാൻഡ് മോളിൽ കൊണ്ടുവച്ചിട്ട് വിമാനം പൊട്ടിക്കും. കാരണം 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേയിൽ ഈ പുള്ളി ഒതിഞ്ഞ് തള്ളുകയും ചെയ്തു. ഞെട്ടിക്കൽ ട്രിപ്പ് ആരുമില്ല, ഞെട്ടിക്കൽ ട്രിപ്പ്. വിജയ്, ഇന്ന് ആ കാണാമെന്ന കൊച്ചെന്താടാ അതിൻ്റെ അടുത്ത് വെച്ചാ ട്രാൻസ്ഫോർമേഷൻ എവിടെ? 102 കിലോ ആയിരുന്നു, ഇപ്പൊ 104 കിലോ കേട്ടോ. അവൻ ഒരു ഡയറ്റ് നോക്കുന്നില്ല. ഹായ് സെക്കൻഡ്. നമ്മളെല്ലാവരും ഇന്നലെ ഫ്ലൈറ്റ് ക്യാൻസലായ ആൾക്കാരാണ്. ഇന്നും ഈ നീണ്ട ക്യൂ. അനീഷിൻ്റെ ബാഗ് അവിടുത്തെ CC കണ്ടപ്പോഴേ നീ ഞാൻ പറഞ്ഞതുവരെന്ന് പറഞ്ഞാണ്ടാ. അനീഷ് നമ്മൾ രക്ഷപ്പെടുത്തി. അതെ കേട്ടാ. നമ്മളിപ്പോ പഠിച്ചാണ്. അനീഷേട്ടൻ ട്രൈപോഡില്ലേ തോക്ക് എനിക്ക് അയ്യോടെ ഷൂം ചെയ്ത്. നിന്റെ ടോണിലല്ല പറഞ്ഞത്. അനീഷ് ജയിലിൽ പോകാൻ വേണ്ടിയായിരുന്നു. ഒരു സെക്കൻഡ് ഞാൻ റിയൽ തോക്ക് എന്റെ ബാഗിനെ തിരിക്കണം എന്നുള്ളതായി പോയി. എന്തോ കുറ്റം ചെയ്താണ് കൈ പോയി. അനീഷ് ജയിലിൽ പോകേണ്ട അനീഷിനെ ബിജോയ് രക്ഷിച്ചു. താങ്ക് യു ബിജോയ്. നമ്മളോട് വരുന്നോ? ടാറ്റ ഉണ്ടോ? തായ്ലാൻഡ് ഉണ്ടോ? തായ്ലാൻഡ് ഇല്ല. വരുന്നോ? നമുക്ക് പോവാം, കറങ്ങാൻ പോവാം. തന്നില്ല. ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ. സച്ചുവിനെ പിള്ളേരൊന്നും അടുപ്പിക്കുന്നില്ല. എൻ്റെ കൊച്ചു തന്നെ അടുപ്പിക്കുന്നില്ല. വിജയായിരുന്നു. വിജയനാണ് വേണ്ടത്. കൊച്ചു വിചാരിച്ച എന്തെങ്കിലും കരടിയാകാനായിരിക്കും. തള്ളിയിട്ട് പിടിച്ചോട്ടെ. എന്റെയൊക്കെ കൊച്ചി പ്രായമാകുമ്പോ എന്താവുള്ളൂ.
ഇതാ നമ്മുടെ ഫുഡ് ബ്ലോഗറൊക്കെ ഒരുപാട് കഴിക്കുന്നു. പിന്നെ ഉറപ്പായിട്ടും ക്രിക്കറ്റ് കളിക്കണം കേട്ടോ. അത് പറ്റൂല. അനീഷ് ഓൺലൈൻ റമ്മിക്ക് അഡിക്റ്റാണ്. അപ്പോൾ വിറ്റ് നീ ഒന്നും വിൽക്കാനില്ല. നമ്മളിന്ന് തായ്ലാൻഡിൽ പോകും. ഇന്ന് ഫ്ലൈറ്റിന് ഒരു ഗുരുവില്ല. നമ്മളിന്ന് പോകുന്നതായിരിക്കും. ഫുൾ ശരിയാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ശരിയാക്കിയാലും കുഴപ്പമില്ല. നമുക്ക് 5 സ്റ്റാർ ഹോട്ടൽ ജീവിതം നമുക്ക് ഇഷ്ടപ്പെട്ടു. 2 ദിവസം കൂടെ ഇവിടെ നിന്നാലും കുഴപ്പമില്ല അല്ലേ? എയറേഷ്യക്കാർ ഒരു റിഫ്രഷ്മെൻറ്റ് ഫുഡ് തന്നിരിക്കുകയാണ്. നമുക്ക് ഒരു സാൻഡ്വിച്ച് കൊണ്ട് വന്നിട്ട് പറയുകയാണ് അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തായാലും പറക്കുമെന്ന്. അങ്ങനെ എന്ത് കൊണ്ട് നോക്കാം. കേക്ക് ഉണ്ട്. സാൻഡ്വിച്ച് അല്ലേ ദാസ? ഇത് സാൻഡ്വിച്ച് അല്ലേ? കാരണം എൻ്റെ സുഖത്തിൽ ഞാൻ എത്രത്തോളം പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല കിഴി പൊറോട്ടയും ഫ്രൈഡ് റൈസ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റ് എടുക്കേണ്ട ടൈം ആവാറായി. 1:15. ഈ ഫുഡൊക്കെ നമുക്ക് തന്നിട്ട് അത്ര സമയം നമ്മൾ ഒന്നും മിണ്ടൂലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വഴക്കുറയില്ല, ചമച്ചോണ്ടിരിക്കില്ലേ. എനിക്ക് തോന്നുന്നു ഇന്നും ക്യാൻസലാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഞാൻ മാനസികമായിട്ട് പൊരുത്തപ്പെട്ടു. ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ ഇപ്പം പോകും. ഇന്നും എൻജിനീയേഴ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലൈറ്റിന് ഇതിന് മാത്രം ചെക്ക് ചെയ്ത് എന്താണ് ഇരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തായ്ലാൻഡ് ഇല്ല, നേരെ 5 സ്റ്റാർ ഹോട്ടലിലായിരിക്കണം. അല്ല ചെക്ക് ചെയ്യാതെ പോണ വഴിക്ക് പൊട്ടിത്തെറിക്കായിട്ട് ചെയ്ത് നമ്മളെന്ത് ചെയ്യും? 11, 13, 17 സമനിലയല്ലേ? സമനില. അപ്പോൾ 1 അടിച്ചാൽ ജയിച്ചത്. 2 വയ്ക്കാതെ 2 വെച്ചല്ലേ? 2 ഓടാ ആവൃത്തയിക്കാം. ചേച്ചി അവനെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ കാശും പോയില്ല. അനീസ് തോറ്റിരിക്കുകയാണ്. ഈ ഫ്ലൈറ്റ് വരാത്തോണ്ട് ഇങ്ങനത്തെ കളികൾ കളിച്ചേ പറ്റുള്ളൂ. ഓടും. ബാരി നിന്റെ ബാറ്റിങ്. ബാരി ഓക്കെ. കൈ തൊടല്ലേ ടെക്നിക്സ് പോകും. ഒന്ന് അയ്യോ ഔട്ട് 2 എടുത്തയക്കാം. 2 വെച്ച് 4 ഞാൻ പറഞ്ഞ 2 കപ്പട ചെറിയ കീഴ് കളിച്ച് കിടന്നു കേട്ടോ. ആ കൈ കിടന്ന് വെക്കുന്നതാണെന്ന് അറിയാം. അത് ഇതല്ല വയ്ക്കണം, ഇത് ഇങ്ങനെ വയ്ക്കണം. തായ്ലാൻഡ് ട്രിപ്പ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. ചെയ്തോണ്ടിരിക്കുന്നു. 3 മണിക്കൂറിനകത്ത് അത്രയ്ക്ക് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ടീം എയർ ഏഷ്യ. ഇത്രയും ആൾക്കാർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും അത് ക്ലിയർ ചെയ്യാതെ വെച്ചോണ്ടിരുന്നവരുടെ ചങ്കൂറ്റം. സാൻഡ്വിച്ച് ഒരു 10 മിനിറ്റ് എല്ലാവരും അടച്ച്. അതായത് നോക്കിയാൽ നമുക്ക് 1:15 ഇന്നത്തെ ഫ്ലൈറ്റ് വരേണ്ട. അവർ 3/4 മണിക്കൂറാണ് അവൻ ഇപ്പം പറഞ്ഞത്. 3/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്തായാലും നടക്കില്ല. അപ്പം 1:30 എന്നുള്ളത് 2:30, 3 മണി എന്തായാലും. എന്തിനിങ്ങനെ നമ്മളിട്ട് ദ്രോഹിക്കണല്ലേ? സത്യം പറ്റൂലെങ്കിൽ അവരെ കളഞ്ഞിട്ട് പോകണം ഉള്ള കാര്യം ഞാൻ പറയാം. ഈ എയർ ഏഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഞാൻ പറയാം, ഈ വീഡിയോ ഇടുന്നതിൻ്റെ അന്ന് തൊട്ട് നിങ്ങൾ ആരും ഈ പുല്ല് സാമാനത്തിലൊന്നും പിടിച്ച് കയറി പോവല്ലേ. വേറെ നല്ല നല്ല ഫ്ലൈറ്റുകളുണ്ട്, അതിലെല്ലാം കയറിപ്പോയി. മറ്റേ പഞ്ചറൊട്ടിക്കാനും ആളില്ലെന്നൊക്കെ പറഞ്ഞ വലിയ കഷ്ടമാണ്. അവിടെ പാളവളേണ 2 ഇവിടുത്തെ 10 മിനിറ്റ് കൊണ്ട് പഞ്ചറൊട്ടിച്ച് കയറ്റി വിടും. 4 ടയർ ഇതിന് 3 ടയറേ ഉള്ളൂ. പഞ്ചറുള്ള സ്ഥലത്തൊരു ഈർക്കിലും കുത്തിയിട്ട് കടയിൽ കൊടുത്താലും എന്തൊക്കെ ടെക്നിക്ക് ഉണ്ട്. ഒരു തായ്ലാൻഡ് സ്വപ്നം കണ്ട നമ്മളൊക്കെ വരുത്ത പാടുകളെ. ഒരാഴ്ച ഉറങ്ങിയിട്ടില്ല. ഈർക്കില് കുത്തിവെക്കാന്ന് വെച്ചാൽ ഒരു മുൾക്കിരിയുടെ കണക്കത്തെ ഒരു ട്യൂബ് കൊണ്ട് പോണതാണ്. എത്ര ടയർ നിനക്കല്ലേ വണ്ടിയുടെ ഒക്കെ ടയറിനെ കത്തി അറിയാം. വെറുതെ കേട്ടോ ഗൈസ്, ആ ചെറിയൊരു അറിവ് നമ്മൾ കളില്ലേ. വലുതാ ടയർ, വലുതാ. ടയറിനകത്ത് ട്യൂബല്ല, അതില് മറ്റേ ഒരു നമ്മളെ ഹാർഡ് പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം അതിന്റെ ടയർ. അല്ല അങ്ങനെ പിന്നെ ആളുണ്ടേ ശരിയാക്കാൻ ആളുണ്ടേ ഇവിടെ. ഏവിയേഷനൊക്കെ പഠിച്ചു നിൽക്കുകയാണ്. വീണ്ടും പ്രശ്നം ഇഷ്യൂ ആയി ഇന്നലത്തെ പോലെ. ഇതാ
കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. നമ്മൾ ഫൈനലി തായ്ലൻഡ് കാണാൻ യോഗമുണ്ട്. തായ്ലാൻഡ് ഇൻ എയറേഷ്യ ഇത് അങ്ങ് എത്തുപോയിട്ടുള്ള കാര്യം നമുക്ക് അറിയാം. യോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവിടെ ലാൻഡ് ചെയ്തിട്ട് പറയാം. പുള്ളിക്ക് ലാൻഡ് ചെയ്യുമ്പോഴാണ് ടയറിന് പ്രശ്നമെന്നാണ് പുള്ളി പറഞ്ഞത്. എല്ലാ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇടാനുള്ള യോഗം ഉണ്ടോ നമുക്ക് നോക്കാം. ഇപ്പോഴും പറയാം, ഈ എയർ ഏഷ്യ ഇന്ന് ആരും എടുത്തു കളയാലും വേറെ നല്ല ഫ്ലൈറ്റുകളുണ്ട്. എല്ലാവരും എടുക്കും. എന്തെന്നറിയാമോ, എല്ലാവരും എടുക്കൂടാ. കാരണം ചീപ്പാണത്. ബാക്കിയുള്ള മലയാളികൾ, നമ്മൾ ഉൾപ്പെടെയുള്ള മലയാളികൾ കാശയെ നോക്കും. അതെ, അത് നമ്മളങ്ങനെ തന്നെയാണ്. നമ്മളത് നോക്കി തന്നെയാണ്. പക്ഷെ ഇതിപ്പോ അനുഭവം ഉണ്ടായില്ല. ഇനി എടുക്കൂല. ഇനി ചത്താലും എടുക്കൂല. ഒരു 5,000 രൂപ കൂടിയാലും കുഴപ്പമില്ല, വേറെ നല്ല ഫ്ലൈറ്റ് എടുക്കും. ഇതിപ്പോ സംഗതി നമ്മളത് കയറാൻ പോകണമെന്നേ ഉള്ളൂ. ഉയിര് മേടിച്ചാണ് കയറാൻ പോകുന്നത്. സത്യം, ദൈവത്തിനാണ് സത്യം. ആ ടയർ ഞാൻ ഇപ്പൊ കാണിച്ചില്ല. ഈ ടയറാണ് പ്രശ്നം വരുന്നത് കേട്ടോ. 2 ദിവസം കൊണ്ട് ശരിയായി കൊണ്ടുവന്ന ടയറാണ്. കയറാൻ പോവാണ് നമ്മൾ. വലത് കാല് വെച്ച് കയറണം. സ്കൂള് കട്ടടിച്ച് വന്നതാണ്. ഒരു ദിവസത്തെ കട്ടടിച്ച് വന്നതാണ്. പക്ഷേ ഫൈനലി ജീവനോടെ എത്തി ഗൈസ്. നമ്മൾ തായ്ലാൻഡിലെത്തും. ബാത്റൂം പോലെ പേപ്പറാണ്. ഞാൻ പോയില്ല. അരമണിക്കൂർ സീറ്റ് കിട്ടിയത്. സീറ്റ് കിട്ടി. അനീഷ് ഞാൻ പോയപ്പോ ക്യൂ നിൽക്കണ കേട്ടാ. ബാത്റൂമിൽ കയറി ഉടനെ അനീഷ് പെട്ടെന്ന് ഇറങ്ങി. ഫൈനലി കയറ്. അനീഷ് ഫ്രണ്ടി കയറ്. അനീഷ് ഫ്രണ്ടി കയറ്. അനീഷ് ഫ്രണ്ടി കയറാ. വീഡിയോ എടുക്കാം. കയറ്. നോ ഫ്രണ്ട് കയറാകത്ത്. ഞാൻ കാർ ഓട്ടില്ല. വിജയ് വണ്ടി ഓടിക്കാറ്. കൊള്ളാല്ലേടാ, കൊള്ളാല്ലേ? കാറ് കൊള്ളാം. ഇവിടെ നിന്ന് ഒരു 2.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. ടാർസന് വയ്യ, പനി അടിച്ചു പാവം. കുഴപ്പമില്ല, തായ്ലാൻഡ് അല്ലേ, ചില്ലായിക്കോളും. നല്ല ടാർസൻ. കടുത്ത പനിയും ജലദോഷവും. ഇവിടെ കൂടെ ഒക്കെ പോകുമ്പോഴേ ഒരു കൊച്ചിയിൽ പോണ ഫീൽ കിട്ടും. കണ്ട മെട്രോ എടപ്പള്ളി ആ റൂട്ട് പോകുന്ന ഒരു ഫീലുണ്ട്. റോഡൊക്കെ കൊള്ളാം. നല്ല ടാറൊക്കെ ഇട്ട് കട്ടറൊന്നും ഇല്ലാത്ത നല്ല ഹൈവേ. കുറേ നേരം കൊണ്ട് അവിടെ കയറാൻ റെസ്റ്റോറൻറ്റാ. ഇതിനെ കണ്ടുകൊണ്ടിരുന്നാലും തിന്നാം ഹാപ്പി ആയിട്ട്. അതാ ഇവിടുത്തെ പ്രത്യേകത. കഴിച്ചോ? പുലിയാ പുലിയത്. നമുക്ക് അടുത്ത് കടുവേരുടെ ഫോട്ടോ എടുക്കാൻ പോവാം. ഇത് ഇച്ചിരി വണ്ണം വെച്ചത് അമേരിക്ക, ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടായിരിക്കുന്ന അയൺമാൻ വിത്ത് ടൈഗർ ആൻഡ് ലയൺ എന്ന്. No pay ticket, okay. ഇവിടെ ലാംഗ്വേജ് ഉള്ള ഒരു പാട്ട് പാടുന്നത് എന്നൊക്കെയാ മാമച്ചിയാ അങ്ങനെ. അത് കൊള്ളാല്ലേ അവർ ഒരു സ്ലാങ് പറയണത്. ഒരു പാട്ട് പാടുന്ന പോലെ സപ്പാട്ടിക്കാ. അതുപോലെ മുതലയുടെ തല കണ്ട ഒറിജിനലാണ്. ചിരിച്ചോ മാറുന്നോണ്ട് എന്താ പഠിച്ചു വന്നാണ് അവിടെ. കോക്രോൾഡ് ഷോ ഞാൻ പറയുന്നത് മുതലയുടെ ഷോ ഉണ്ട്. പക്ഷേ നമ്മൾ അതിനുള്ള ടിക്കറ്റ് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ എനിക്കത് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. എനിക്ക് പറഞ്ഞല്ലേ നമ്മളവിടെ ചെറുതാണ്. $350. അതായത് നാട്ടിലെ 1200 രൂപ കൊടുത്താൽ അവർ ഷോ എന്നും പറഞ്ഞ് കാണിച്ചു തരണം. തലയിട്
ഓൾറെഡി ഈ ഷോയൊക്കെ നമ്മൾ ഈ അത് കണ്ടിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഇത് ഓരോന്നിനും 100 ഭാഗത്ത് 100 ഭാഗത്ത് വെച്ചാവണം. ഫോട്ടോ എടുക്കണം. അതുകൊണ്ട് എത്ര രൂപ ഉണ്ടാകുന്നുണ്ട് ഇതിന് ഫോട്ടോ എടുത്തിരുന്ന അതിന് ടിപ്പ്. ഇനി അടുത്ത് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നേരെ റൂമിൽ പോവുക. റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ഒന്ന് റെഡി ആയിട്ട് വൈകിട്ട് മിക്കവാറും ഫോൺ അടിക്കായിരിക്കും ഫുഡ്. വൈകിട്ട് എന്തായിരിക്കും വൈകിട്ട് ക്യാബറ. ഇത് തികച്ചും 18+ വീഡിയോ ആണ് കേട്ടോ. അത് കൊച്ചു പിള്ളേരെ നിന്ന് കണ്ടുകളയല്ലേ. ഇനി കണ്ടിട്ട് നാളെ വീട്ടുകാരത്തിന് തായ്ലാൻഡ് വരണമെന്നൊന്നും പറയില്ല കേട്ടോ. പിള്ളേരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ വന്ന ഈ പുള്ളിക്ക് തായ്ലാൻഡിൽ നിന്ന് ഒരു പെണ്ണിനെ നോക്കണം. അതും പട്ടായ ബീച്ചിൽ നിന്ന് തന്നെ നമ്മൾ നോക്കും. ഹോസ്പിറ്റലാണ് ഗൈസ്, പട്ടായ ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ ഹോട്ടൽ കണക്കിരിക്കുന്നു. ബിജു ഇവിടെ റൂമുണ്ടാന്ന് വെച്ചു കയറി ആദ്യം. എന്റെ മോൻ പറഞ്ഞതാ വിജയ് നോക്കിട്ട്. വെരി ബിഗ്. ഗൈസ്, നമ്മളിവിടെ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യണം. നമ്മളെ നാട് പോലെ കിടന്ന് ഓടാക്കില്ല. എത്ര പെൺപിള്ളേരോട് പിടിക്കാൻ നോക്കാം നമുക്ക്. ഓ ഇതെന്ത് സെറ്റടാ. ഡോറോറ സെറ്റ്. നമ്മൾ സിം എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ മാൾ അടിപൊളി. നമ്മളവിടെ ഒന്നും ഇല്ലാത്ത കണക്കൊരു മാള്. ഇത് മറ്റേ സംഭവമാണ്. നമുക്ക് എൻ്റെ കൈ വന്ന് മറ്റേ പിടിച്ച് ബൊമ്മയൊക്കെ സാധനം ഉണ്ട്. അതൊക്കെ പക്ഷേ അമേരിക്ക എന്നെ അടി വരും. അതുകൊണ്ട് നമുക്ക് പോകാം. 2240 എന്ന് പറയുമ്പോൾ നമ്മളടുത്തൊരു 6000 രൂപ വരണം. 6000 രൂപ. ഇത് 30%. ബൈ 2 ഗെറ്റ് 70 ആണ്. അത് രണ്ടെണ്ണം എടുത്താൽ ഇത് വില ഏകദേശം ഈ കളർ നമ്മളെ ഇല്ല. ഇതൊക്കെ റയർ കളറാണ്. കൊള്ളാം. ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എടുക്കണം ഗൈസ്. രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ 70% കിട്ടും. ഒരെണ്ണാണെന്നുണ്ടെങ്കിൽ ഇത് 30%. ഇവിടെ മാത്രമല്ല ആഡിഡാസി നോക്കിയായിരുന്നു. ഇല്ല അത് നോക്കില്ല. ഇപ്പോൾ സിനിമ എടുക്കാൻ നമ്മൾ കണ്ട ജസ്റ്റ് ക്രോക്സിന്റെ വേറെ ടൈപ്പാണ്. ഇതെന്ത് ലേഡീസിന്റെ അത് അനീഷ് അറിഞ്ഞ് ഇവിടെ എയർപോർട്ടിൽ നിന്ന് എടുക്കണ്ട, ഭയങ്കര റേറ്റാണെന്ന്. ഇവിടെ വന്നപ്പോൾ എല്ലാം സെയിം റേറ്റ്. അവിടെ അനീഷ് എടുത്ത് 5 ദിവസത്തേക്കുള്ള 399 ബാത്ത്. ഇവിടെ 8 ദിവസം 399. വിജയ് ഇവിടെ വൈഫൈ ഉണ്ടോ നോക്കിയാണ്ടാ ഈ മാളില്. ഈ ഫോണൊക്കെ ഓർമ്മയുണ്ട് പണ്ട്. അതിന്റെ ചെറിയ ഫോണടാ. ചെറിയ ഐഫോൺ ഐഫോണാ 1GB 43 ബാത്ത്. ഇന്ത്യ റുപ്പി അല്ല. അതിന്റെ ഫോൺ ആ കളർ വേണം പറയാം. ഡ്യൂപ്ലിക്കേറ്റ് അത് ഡ്യൂപ്ലിക്കേറ്റ് കളർ നോക്ക് നീ. ഓറഞ്ച് ആട്ടോ കളർ കിട്ടിയ മാക്സിമം പറ്റിക്കാൻ വേണ്ടിയിട്ട്. അത് പറ്റിക്കാൻ വേണ്ടി മറ്റവിടെ 400, ഇവിടെ 120. എവിടെ എയർപോർട്ടിലാണ്. അപ്പൊ ലാഭം. ഇത് എത്ര അൺലിമിറ്റഡ്? എങ്ങനെ എത്ര ആവശ്യമില്ല. ഇല്ല. എത്ര ദിവസത്തേക്ക്? 5 ദിവസത്തേക്ക്. അല്ല നെറ്റ് എത്ര? ഹൗ മച്ച്? 5 ഡേ 3GB per day. 5G ധാരാളം. റൂമിൽ ഹോളാ? Total how much GB? 3GB. Per day? You need for more speed. Để I check just a moment. ഓക്കെ. എല്ലാവരും ആരെങ്കിലും തായ്ലാൻഡ് വരണ അമ്മച്ചിയുടെ കടയിൽ കയറി വല്ലതും വാങ്ങണം. നമ്മളെ ആളാണ്. ഹീസ് വ്ളോഗർ, യൂട്യൂബ് വ്ളോഗർ.
ഫേമസ് ഇൻ ഇന്ത്യ. ഈ നോട്ട് നമുക്ക് സമ്മാനിച്ചത് നമ്മളെ സിഗ്നി ടർഫിലെ ലല്ലു ചേട്ടനാണ്. മിച്ചം വരുന്ന പൈസ വാങ്ങിച്ചിട്ടൊന്നും ചെയ്യണോ ചേട്ടൻ? ഒന്നും പറഞ്ഞില്ല. ആ ഒരു 20 രൂപ നോട്ട് അതിനകത്ത് വെച്ചിട്ട് ബാക്കി എടുത്തോന്ന് പറഞ്ഞു. ഇത് എത്ര ഉണ്ടായിരുന്നു? ഇതൊരു 1000 സംതിങ് ബാത്ത് ഉണ്ടായിരുന്നു. താങ്ക് യു ലല്ലു ചേട്ടാ. ഗൈസ്, തായ്ലാൻഡിൽ നമ്മൾ വ്ളോഗൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഐ ആം സൂപ്പർ ഹീറോ വ്ളോഗ് ഇട്ടിരിക്കുന്നു. ആകാശേ, നമ്മളെ വ്ളോഗടാ. തായ്ലാൻഡ് കുറച്ച് ബാത്ത് കൺവേർട്ട് ആവുന്നതുകൊണ്ട് നമ്മളെ ടീമെല്ലാം ഉണ്ട് കേട്ടോ. അറിഞ്ഞൂടാ. വിന്റർ ഈസ് കമ്മിങ്. എവിടെ നോക്കിയാലും മസാജ് സെന്റർ. ഈ മനുഷ്യന്മാർക്ക് ഇതിനും വേണ്ടി ബോഡി പെയിൻ ഇതോടെ കിടക്കണം. തായ്ലാൻഡിൽ വരണം. ഒറ്റയ്ക്കിരിക്കണം, പിടകിരിക്കണം. അതിന് 2 ചിക്സ് ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കും. അതാണ് പുള്ളിയുടെ ഒരു വകുപ്പ്. കേരളത്തിലെ പിള്ളേർക്ക് ചാടി വീശൊക്കെ ഇഷ്ടമാണെന്ന് പറയും. അതും വെച്ച് തായ്ലാൻഡിൽ വന്നു. അവർക്ക് ഇഷ്ടമല്ല. അവരാരും അടുപ്പിക്കില്ല പുള്ളിയുടെ ചാടി വീശൊക്കെ. ഇപ്പോൾ വരും. ആ വിറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇവിടെ വേറൊരു പുള്ളി ഉണ്ട്. അവിടെ അവന്മാർ പോകാതെ നേച്ചറാകുമ്പോൾ ഔട്ട്ഫിറ്റ് വർത്ത് ജാക്കറ്റ് ഐ ഡി കെ നിക്കർ 750. ഓക്കെ. ഷാക്സ് വളരെ പച്ച സോക്സ് 200. ഷൂസ് 3600. ഓക്കെ. ക്യാപ്പ് 2600. ഓ വാ. അപ്പോൾ എല്ലാം കൂടി പറഞ്ഞ ചുരുക്കത്തിൽ 1000 രൂപ. 1000 രൂപയുടെ സാധനമേ ഉള്ളൂ പുള്ളി. പക്ഷേ താഴെ ഒരു പുള്ളിയും കൂടി ഉണ്ട്. ആ പുള്ളി എന്ന് പറഞ്ഞാൽ ട്രിപ്പ് വന്ന വെറൈറ്റിയുടെ അങ്ങേ ഏറ്റവും. ഞാൻ വിചാരിച്ചേ ഇത്രയുള്ള നിക്കറിലേക്ക് സോക്സ് വരും. മുട്ടിന്റെ മോള് നിക്കറിന് ഇങ്ങനെയുള്ള സോക്സ് ഇട്ടുകൊണ്ട് പോയി. പുള്ളിയെ തന്നെ കാക്കയാണ്ട് കുഴപ്പമില്ല, അവനെ കുറ്റം പറയാം. ഇതിലൊക്കെ എങ്ങനെ ഉണ്ടോ വിജയ്? ഫണ്ണാ ഫണ്ണാ ഹാവ് ഫൺ ഫാസ്റ്റ് ഫാസ്റ്റ് Yeah, it's good. ഇറ്റ്സ് ഗുഡ്. യു നൈസ്. Thank you. പണിക്ക് പോണ്ടേ? മിന്നല് കൊള്ളാം. ഏത് കൊള്ളാം? മിന്നല് കൊള്ളാം. കൊള്ളാം. താങ്ക് യു. ഓക്കേ. അനീഷിന് ഇപ്പോൾ 15 വയസ്സാണ് പ്രായം ഈ കോസ്റ്റ്യൂമിൽ ഇറങ്ങിയപ്പോൾ. വെരി നൈസ് അനീഷ്. ആൻഡ് വിജയ് ഓൾസോ. ജയ് 12. ആ തൊപ്പിയൊക്കെ വെച്ച ഗുഡ് ബോയ്, ഗുഡ്. ദുൽഖർ സൽമാൻ അല്ലേ? ഗുഡ് വൺ അല്ലേ? ABC ദുൽഖർ സൽമാൻ. ഇത് നമ്മളെ നാട്ടിൽ ഇടൂല, ഇട്ടവന്മാർ ഊക്കും. അതുകൊണ്ട് തായ്ലാൻഡ് ഇവിടെ ഒരു പട്ടികളും ചോദിക്കൂല. അതിന് കളിയാക്കൂല. ആര് ചോദിക്കേ? ആരും ചോദിക്കൂല. ദാസന നാട്ടിൽ പോയാലൊന്നും പറയില്ല. ദാസന ഇവിടെ നിന്ന് വാങ്ങിക്കണുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അൽക്കസർ ഷോ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഷോ എന്തെന്ന് വെച്ചാൽ ഐറ്റം ഡാൻസാണ്. ക്യാബ്ര തായ്ലാൻഡ് വന്ന് ക്യാബ്ര നമ്മൾ കാണാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കൽ കണ്ടിട്ടുണ്ടല്ലോ, ഹോളിഡേ ഹെഡ് ആൻഡ് ഫേസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ കണ്ടിട്ടുണ്ട് ചെറുതായിട്ട്. ഇന്ന് നമുക്ക് വലുതായിട്ട് കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം എല്ലാ ഫാമിലി ആൾക്കാർ എല്ലാവരും വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ഉദ്ദേശിക്കുമ്പോഴത്തെ അത്ര വൾഗറല്ലായിരിക്കണം. അല്ല ഡാൻസ് വൾഗറായിരിക്കില്ല. അറിഞ്ഞൂടാ. കൊച്ചിറങ്ങനെ കണ്ണൂത്ത് വെച്ചോ. ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ. പിന്നെ എൻ്റെ ക്യാമറ ആണെങ്കിൽ വീട്ടിൽ പോയിട്ട് കാണാനല്ല. Use of camcorder, flashlight camera. Celebrating over 20 years of spectacular entertainment, is proud to present our most stunning show to date. Please put your hands together and give a very warm welcome to our very talented troupe of entertainers, because it's showtime.
ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഓക്കെ ആയിരുന്നു അറിയാലോ. നമ്മളെ വീട്ടിൽ ഒരുപാട് ഫീമെയിൽ വസ്തുക്കളുണ്ട്. മുട്ട ഉറക്കാം. നല്ലൊരു ഷോ ഇവിടെ പരിപാടി നടന്നിട്ടുണ്ട്. ഉറക്കാം, നല്ല ഉറക്കാം. ആരും ഇല്ലാത്ത ലവ് വിളിക്കണം. ഇവിടുത്തെ നടന്ന് 1.5 മണിക്കൂർ പരിപാടി കഴിയാനില്ല. നീ എന്റെ ഉറക്കത്തിനൊന്നും കഴിയുന്നു. ഫുൾ പ്രോഗ്രാം പുള്ളി എടുത്ത് വെച്ച റിവ്യൂ പറഞ്ഞു തരും. അങ്ങനെ ഫുൾ കണ്ടത് പുള്ളിയാണ്. ഞാൻ 10 മിനിറ്റ് ഇറങ്ങിയുള്ളൂ. നമ്മുടെ അൽക്കസ ഷോ കണ്ടു കഴിഞ്ഞു. ഞാൻ വിചാരിച്ചത് മറ്റേ ഭയങ്കരമായിട്ട് ലൈറ്റും ഡാൻസ് അങ്ങനത്തെയൊക്കെയാണ് ആദ്യം മറ്റേ ഈ ഇവിടെയൊക്കെ ഉള്ള പുറത്ത് സ്പെയിനില് മാത്രമല്ല നമ്മുടെ ദുബായിലൊക്കെ ഉള്ള സാധനം ഉണ്ടല്ലോ, അതായിരിക്കും നമ്മളതാണ് വിചാരിച്ചത്. പക്ഷെ ഒരു രക്ഷയല്ല ഗൈസ്. ഇവിടെ വന്ന് എന്തായാലും കാണണം. കാരണം അവരുടെ കോസ്റ്റ്യൂം, അവരുടെ കൊറിയോഗ്രാഫർ, ഡാൻസ്, ലൈറ്റിനൊക്കെ എങ്ങനെ പട്ട 1 മണിക്കൂറുണ്ട് ആ ഷോ. അതില് ആ പുള്ളി 10 മിനിറ്റ് കണ്ടിട്ട് ഇല്ല. ഷോ എന്ന് പറഞ്ഞാൽ ബിജിയുടെ ഷോ ആയിരുന്നു. ഞാൻ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് നമ്മൾ അവിടെ ഇറങ്ങി 20 മിനിറ്റ് ചിരിച്ച് പിന്നെ അവിടെ ഇരുത്തിയിട്ട് അരമണിക്കൂർ പക്ഷേ ഞാൻ പറയാം ഷോ അടിപൊളിയാണ്. അവരുടെ കോസ്റ്റ്യൂം, ഡാൻസ്, സ്റ്റെപ്പൊക്കെ സിമ്പിൾ സ്റ്റെപ്പാണെങ്കിൽ ആ ഒരു മ്യൂസിക്കിൽ കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര അടിപൊളി. പിന്നെ അവരുടെ ആ സോങ് ഒക്കെ അവര് ആ പാടി കളിക്കുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ ഭയങ്കര അടിപൊളിയാണ്. ഇനി അടുത്ത് നമ്മള് ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് പോവുകയാണ്. നേരത്തെ അവിടെ നമ്മളെടുത്ത റൂം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇനിയാണ് നമ്മൾ യഥാർത്ഥ നമ്മുടെ റൂമിൽ പോകുന്നത്. Are not around, and in your room we not provide sleeper and toothbrush. This for time to clean your room. Housekeeping starts in your room 9 a.m. to 3 p.m. on Q, and they will set new water and coffee after they cleaning your room. And in your room cannot smoke. If you have smoke in your room, I have to charge 5,000 baht. 5,000 baht. And this for damage charge. If you make something dirty or damage, I have to charge like this. But I just inform you for be careful. If you lost one, I have to charge 500 baht. Yeah, 500 baht. 500. Yes. Full penalty only. No stay.
only penalty fine. Full fine penalty only. And this for 2 people. Okay. And this triple 3 people. Okay. Hi. 108. 09. Freeze. Freeze. How old are you? 25. ലിഫ്റ്റ് ഒക്കെ ഭയങ്കര സ്പീഡ്. ഇത് കോസ്മോക്കാർ കണ്ടുപിടിക്കണം. ഈ ലിഫ്റ്റ് കണ്ടു ഇത്ര പെട്ടെന്ന് നമ്മൾ 4th നിലയെത്തിയെന്ന്. കിടിലം വ്യൂ നോക്കി, Oh man. കിടിലം വ്യൂ. Oh man. നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി കൂടെ ഇങ്ങോട്ട് വന്നേട്ടാ. നമ്മൾ ബീച്ച് സൈഡിൽ മാറി കേട്ടോ. ബീച്ച് സൈഡിൽ നിന്ന് മാറി. Oh god. Oh man. Nice room. കൊള്ളാം. I love it. ഞാൻ നമ്മുടെ 3 പേർക്കുള്ള റൂം. This is good bro. This is 2 ബെഡുണ്ട്. Bed also good. ഇവിടുത്തെ വൈഫൈ പറയുകയാണ്. അതാ കാടിലുണ്ട് ഫ്രിഡ്ജ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇപ്പോൾ സ്റ്റേ ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ല ടയേർഡാണ്. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കിടന്നുറങ്ങി നാളെ രാവിലെ കോറൽ ഐലൻഡല്ലേ? രാവിലെ കോർലൈലുണ്ട്. കോറൽ ഐലൻഡ് അവിടെ പോയിട്ട് ബീച്ച് പരിപാടികളാണ്. അവിടെ പോയിട്ട് ബാക്കി പരിപാടി പിടിക്കണം. പിന്നെ നല്ല വെയിലുള്ളത് കൊണ്ട് മനസ്സിങ്ങനെ 50-50 നിൽക്കുകയാണ്. ചെയ്യണം നമുക്ക് ആക്ടിവിറ്റി ആണ് പ്രധാനം. നമ്മൾ നാളെ അതെ, പുള്ളി നല്ല ഉറക്കമല്ല ആക്ടിവിറ്റി. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഗൈസ്, ലവ് യു.